െല്ലാം അഹന്ത വർദ്ധിക്കുക. അഭിമാനം വർദ്ധിക്കുകയാണ്. എനിക്കിന്നത് അറിയാമെന്ന അഭിമാനവും ഇന്നതെൻ്റെ അധികാരമാണെന്ന അഭിമാനവും ഇന്നതൊക്കെ പഠിച്ച് ഞാൻ യോഗ്യത നേടിയിട്ടുണ്ടെന്ന അഭിമാനവും ഉളവാക്കുന്ന അഹങ്കാരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹിംസ. എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ സർവകലാശാല തലങ്ങളിൽ ഇന്നോളം നാം പഠിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ഹിംസയ്ക്കുള്ള ലൈസൻസുകളാണ്. വാചികമായോ കായികമായോ മാനസികമായോ തന്നെയും തൻ്റെ ബോധം പരിണമിച്ചു ചേർന്ന് നിൽക്കുന്ന ചുറ്റുപാടിൻ്റെയോ ഹിംസയ്ക്ക് മാത്രം ഉതകുന്നതാണ്. കടന്ന കൈയായി പോവോ? കടന്ന കൈയായി പോവോ? എത്ര കണ്ട് ഇത് വർദ്ധിക്കുന്നു അത്ര കണ്ട് അഹങ്കാരവും ഹിംസയും വർദ്ധിക്കും. ഞാൻ രണ്ടുമാണ് പറഞ്ഞു, ഒന്നായിട്ട് പറഞ്ഞില്ല. മറ്റൊരാളെ ഹിംസിക്കുവാൻ ഒരുങ്ങുമ്പോഴെല്ലാം ഹിംസയാദ്യം നിങ്ങളുടെ മനോമുകുരത്തിലുണ്ടാകണം. മനോമുകുരത്തിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവൻ നിങ്ങളുടെ അടിയോ ഇടിയോ ചതവോ തെറിയോ ഏറ്റ് വേദനിക്കുന്നതിന് മുമ്പ് ഭാവാത്മകമായി അവൻ്റെ വേദന മുഴുവൻ നിങ്ങളുടെ കോശങ്ങൾ അനുഭവിക്കണം. അതവൻ അനുഭവിക്കുന്നതിൽ നിങ്ങൾക്ക് രുചിയുണ്ടാകണം. ആദ്യം പൂർവപക്ഷമായി അവൻ്റെ വേദന നിങ്ങൾ അനുഭവിച്ചിട്ട് അവൻ അനുഭവിക്കുന്നതോർത്ത് അവനിട്ട് കൊടുക്കാൻ പോകുമ്പോൾ ആദ്യം നിങ്ങൾ അനുഭവിച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അവനത് വൃത്തിയിൽ സ്വീകരിക്കുന്നില്ല എന്നു വന്നാൽ നിങ്ങളുടെ വേദന കൂടും. മനസ്സിലായില്ല? അവൻ സ്വീകരിക്കുന്നതുവരെ വേദനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവും. ഈ സമയത്ത് നിങ്ങളിലുണ്ടാകുന്ന കോപതാപാദികളെല്ലാം രോഗങ്ങളായി നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും കാർന്ന് തിന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇത് നിങ്ങളെ ഹിംസിക്കുന്നതാണെന്നുള്ളത് സ്പഷ്ടം. ഹിംസ അനുഭവിക്കുന്ന നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഹിംസ ചുറ്റുവട്ടത്തെയും ഹിംസിക്കുമെന്നുള്ളത് തീർച്ച. അതുകൊണ്ട് ഭൗതിക വിഷയത്തിൽ, തനിക്ക് വെളിയിലുള്ള വിഷയത്തിൽ ബുദ്ധി ഭ്രമിച്ച് വൃത്തിയുണ്ടാക്കി
താതാത്മ്യം പ്രാപിച്ചുണ്ടാകുന്നതെല്ലാം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ പുരുഷൻ ഇങ്ങനെ കേളിയാടുന്ന തലം വരുന്നു എങ്കിൽ പുരുഷൻ പരിണമിക്കുമോ? പുരുഷൻ പരിണമിക്കില്ല എന്ന ശാസ്ത്രം, വേദം, അതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അത് ശാസിക്കും. അത് തൻ്റെ ബോധത്തെ, ആ ശാസ്ത്രത്തിൻ്റെ അറിവുണ്ടായാൽ തൻ്റെ ബോധത്തെ പിടിച്ചു നിർത്തും. അതറിഞ്ഞ ആളുകൾ എല്ലാം ഒരുപോലെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഭൗതിക ശാസ്ത്രം പഠിക്കുന്നവർ ഒരിക്കലും ഒരുപോലെയല്ല സംസാരിക്കുന്നത്. ഭൗതികമായി പഠിക്കുമ്പോഴെല്ലാം ഒരഭിപ്രായ വ്യത്യാസത്തിനാണ് അറിവെന്ന് പറയുന്നത്. അനുഭൂതമാകുന്ന ആത്മഭാവങ്ങളിൽ ഏകതയ്ക്കാണ് പ്രാധാന്യം. അത് അമേരിക്കയിലിരുന്നു കൊണ്ടായാലും, ഇംഗ്ലണ്ടിലിരുന്നു കൊണ്ടായാലും, റോമിലിരുന്നു കൊണ്ടായാലും, ഇന്ത്യയിലിരുന്നു കൊണ്ടായാലും ഒരു വ്യത്യാസവും ആ അനുഭൂതിക്കില്ല. ക്രിസ്തീയ സുവിശേഷകനായ ഒരുവൻ ശരിയായ നിലയിൽ ഉപാസിച്ച് അനുഭൂതി ജനിപ്പിക്കുമ്പോഴും, ഹൈന്ദവനായ ഒരുവൻ അവൻ്റെ അനുഭൂതിയെ ജനിപ്പിച്ചു നിൽക്കുമ്പോഴും, ജൈനനായവനോ ബുദ്ധനായവനോ ആവുമ്പോഴും, ഭാവാതീതമായ അറിവിലെത്തുമ്പോൾ ഹൈന്ദവവുമില്ല, ജൈനവുമില്ല, ബുദ്ധവുമില്ല, ക്രിസ്തീയവുമില്ല, ഒന്നുമില്ലാത്ത ശുദ്ധവും മുക്തവും ബുദ്ധവുമായ തൻ്റെ സ്വരൂപാവസ്ഥിതിയെ തന്നെയാണ് അറിയുന്നത്. ഇവയുണ്ടാകുമ്പോൾ അതറിയുന്നുമില്ല എന്നാണ് പറഞ്ഞത്. എന്നാലും ഹൈന്ദവാകുമ്പോൾ ഒരു ഇച്ചിരി ഉയർന്നു നിൽക്കണ്ടേ? ഇല്ലാന്ന് തന്നെയാണ് അതാണ് നിരുദ്ധാവസ്ഥയിലെ കേവലമായ ബോധത്തിന്റെ നില. പുരുഷനും ചൈതന്യം ഒന്നാണെന്നാണ് നമ്മളിപ്പോൾ സ്ഥാപിച്ചത്. ആ ചൈതന്യം മാത്രമായിരിക്കുമ്പോൾ, കൂടസ്ഥൻ മാത്രമായിരിക്കുമ്പോൾ, കള്ളന്നാ വിളിച്ചത്, കൂടസ്ഥൻ, കൂടം കള്ളം, കാരണം വിഷയ സാമീപ്യത്തിൽ പുരുഷൻ ഒരു മാറ്റവും വരുന്നില്ല. മാറ്റം വന്നാൽ പരിണാമിയാണ് പുരുഷൻ, അത് ശാസ്ത്രസമ്മതമല്ല. അതുകൊണ്ട് ശാസ്ത്രീയ പ്രമാദത്തിൽ നിന്ന് ആ തെറ്റ് വരാതിരിക്കാൻ സിദ്ധാന്തം പറയുന്നു. അനിരുദ്ധ വൃത്തികൾ വ്യുത്ഥാനത്തിൽ സംപ്രജ്ഞാതത്തിലും സംപ്രജ്ഞാതത്തെ ആശ്രയിച്ചുള്ള വിക്ഷിപ്താദി അവസ്ഥകളിലും, സംപ്രജ്ഞാത സമാധിയിൽ നിൽക്കുമ്പോഴും
സംപ്രജ്ഞാതത്തെ ആശ്രയിച്ച് നിലകൊള്ളുന്ന വിക്ഷിപ്താദികളിലും കൂടി ചിതിശക്തിയുടെ സ്വരൂപ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ വ്യുത്ഥാനം, നിരോധം എന്നിങ്ങനെ രണ്ടവസ്ഥകൾ തമ്മിൽ അന്തരമില്ലെന്ന് വന്നു ചേരില്ലേ? എന്നാൽ പിന്നെ എങ്ങനെയാണ് രണ്ടവസ്ഥ പറയുന്നത്? ശ്രദ്ധിച്ചിരിക്കണം. യുക്തി വെച്ചിട്ട് അപഗ്രഥിക്കുന്നതായതുകൊണ്ട്. കാരണം ഇങ്ങനൊരു അപഗ്രഥനത്തിൻ്റെ ശീലം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലില്ല. ആധുനിക വിദ്യാഭ്യാസത്തിൽ നമ്മളുടെ ബുദ്ധിയെ വികസിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമില്ല. ഇന്ത്യയിൽ പ്രത്യേകിച്ച്. പാശ്ചാത്യ നാട്ടിൽ വിദ്യാഭ്യാസം വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ട് വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ വിദ്യാഭ്യാസം ആദ്യം സാർവലൗകികമാക്കി. ആരംഭകാലത്ത് പഴയ ഗുരുകുലങ്ങളുടെ തുടർച്ചയായിരുന്നതുകൊണ്ട് കുറച്ച് നല്ലത്. പിന്നത് പരിഷ്കാരങ്ങളിലൂടെ കടന്നുപോയി. ഇപ്പോൾ അത് വ്യവസായമായി മാറി. അതുകൊണ്ട് തന്നെ അവിടെ യുക്തിക്ക് വലിയ പ്രാധാന്യമില്ലാതായി. അത് ഇന്ത്യയുടെ മതപരങ്ങളായ ലോകങ്ങളിലും ശ്രദ്ധിച്ചാൽ കാണാം. പഴയ കാലത്ത് നോക്കിയാൽ രാമാനുജൻ്റെയോ വല്ലഭാചാര്യൻ്റെയോ മാധ്വാചാര്യൻ്റെയോ ശങ്കരാചാര്യരുടെയോ ഒക്കെ കാലങ്ങളെ നോക്കിയാൽ നാരായണ ഗുരുദേവൻ്റെയോ ചട്ടമ്പി സ്വാമികളുടെയോ കാലഘട്ടങ്ങളെ പോലും നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, വ്യവഹാരത്തിൽ പോലും യുക്തിപൂർവമായൊരു സമീപനം അന്നുണ്ടായിരുന്നു. അന്ന് ഇന്ത്യൻ ആധ്യാത്മിക നഭോമണ്ഡലങ്ങളെ കൈകാര്യം ചെയ്തിരുന്നവരെല്ലാം ഈ യുക്തിക്ക് സമ്മതമായി യുക്തി തീർന്നു കഴിഞ്ഞാണ് അതിൽ പ്രവേശിച്ചതും പ്രചരിപ്പിച്ചതും ഒക്കെ. ഒരാൾക്കൂട്ടമായിരുന്നില്ല. കേവലം ഒരാൾക്കൂട്ടമായി അത് അധപ്പതിച്ചിരുന്നില്ല. അന്നത്തെ ഗുരുകുലങ്ങളിൽ നടന്നിട്ടുള്ള ചർച്ചകൾ അതൊക്കെ ബൗദ്ധികമായിരുന്നു. ഇന്ന് നിങ്ങൾ LKG മുതൽ PhD വരെ പഠിക്കുന്ന കാര്യങ്ങൾ അനുസ്യൂതതയുള്ളതല്ല, പൂർവാപര ബന്ധമുള്ളതല്ല, പൂർവാപര ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ യുക്തിപൂർവം ചിന്തിക്കുന്നതല്ല, സ്വയം ചോദ്യം ചെയ്ത് നവീകരിക്കുന്നതല്ല,
ആത്യന്തികമായ ഒന്നിലെത്തുന്നതുവരെ ചിന്ത തുടരുന്നതുമല്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഭൗതികമായ അറിവും വിശ്വാസാധിഷ്ഠിതം മാത്രമാണ്. അറിവുള്ള ആരോ എവിടെയോ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിശ്വസിക്കുന്നവ, പ്രചരിപ്പിക്കുന്നവ. ഏത് ഗവേഷകനോട് ചോദിച്ചാലും, ഏത് ഉന്നതനോട് ചോദിച്ചാലും, ഏത് രാഷ്ട്രീയ നേതാവിനോട് ചോദിച്ചാലും, ഏത് മതനേതാവിനോട് ചോദിച്ചാലും അയാൾക്ക് പറയാനുണ്ടാവുക, അതൊക്കെ കൃത്യമായി കണ്ടുപിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രൊസീഡിയം, കൃത്യമായി കണ്ടുപിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ബൗദ്ധിക തലങ്ങൾ. ഞാനല്ല, അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ എനിക്കറിയില്ല, പക്ഷെ അതൊക്കെ വളരെ കൃത്യമാണ്. ഞങ്ങളുടെ മതങ്ങളുടെ സിദ്ധാന്തങ്ങൾ ആത്യന്തികമാണ്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അവിടെ കിട്ടും. എനിക്കത് മുഴുവൻ പറഞ്ഞുതരാൻ അറിയില്ല. ഇനി ആരെയാണ് ഇങ്ങനെ ഒരാളെ കാണാനായിട്ട് പോവുക? അദ്ദേഹം ധാരാളം സോഷ്യൽ വർക്കുകൾ ചെയ്യുന്നു, ധാരാളം ദാനധർമാദികൾ ചെയ്യുന്നു. നിങ്ങളുടെ ഇത്തരം വില കുറഞ്ഞ ചർച്ചകൾക്ക് അദ്ദേഹത്തിന് നേരമില്ല. മനസ്സിലായില്ല? അദ്ദേഹത്തിന് എല്ലാം അറിയാവുന്ന ആളാണ്. സൂര്യന് കീഴിലുള്ള മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിനറിയാം. ഇന്നലെയോ മിനിങ്ങാന്നോ ഒരത്ഭുത ശക്തിയാൽ അതുവരെ വികൃതമായ ജീവിതം നയിച്ചവനെങ്കിൽ പോലും പെട്ടെന്ന് ഈ ബോധത്തിലേക്ക് വന്നയാളുമാണ്. ഇതിലെല്ലാം വിദ്യാസമ്പന്നർക്ക് വിശ്വാസപൂർവം പ്രവർത്തിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ആധുനികത. പെട്ടെന്ന് കയറി യെസ് എന്ന് പറയരുത്. നല്ല പോലെ ആലോചിച്ചിട്ട് മാത്രം തീരുമാനിച്ചാൽ മതി ഈ നിഗമനങ്ങളൊക്കെ സാധ്യതകളാണോ എന്ന്. ശരി എന്നുള്ള പദം പോലും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കും എനിക്കുമൊക്കെ ശങ്കരാചാര്യരെ കണ്ടാൽ വെടിവെക്കണം എന്ന് തോന്നുന്നത്. മാനവ മനസ്സിലുണ്ടാകുന്ന വൃത്തിപ്രകാരേണയുള്ള ബോധതലങ്ങളെ മുഴുവൻ ഏത് ദർശന വിശേഷത്തിൻ്റെ ആയാലും എടുത്ത് അപഗ്രഥിച്ച് ആ ബുദ്ധിവൃത്തികൾ മുഴുവൻ ബന്ധങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടെത്തി അത് മായാവിഭ്രമമാണ് എന്ന് ഒരുവന് സ്വയം ബോധ്യപ്പെട്ട് ആ മായാവിഭ്രമത്തിൽ നിന്ന് മുക്തനാകുന്നൊരു നിമിഷം ഏകവും അദ്വയവുമായ
ചിച്ഛക്തി മാത്രമേയുള്ളൂ എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്ന ഒരു തലം ഉണ്ടാവുക എന്നു വന്നാൽ ഒരുവന്റെ ക്ഷണികങ്ങളായ മോഹങ്ങളാണ് അസ്തമിക്കുന്നത്. അത് അസ്തമിപ്പിക്കുന്ന സിദ്ധാന്തത്തോടും അതിൻ്റെ അവതാരകനോടും സ്നേഹമുണ്ടായിക്കൂടാ. അത് ആദിശങ്കരൻ അർഹിക്കുന്നതാണ്. സർവാത്മന അത് തന്നെയാണ് ശങ്കരൻ. ശങ്കരൻ കഞ്ഞി തന്നോ, കാപ്പി തന്നോ, ഉടുക്കാൻ വസ്ത്രം തന്നോ? ശങ്കരൻ ബന്ധങ്ങളുണ്ടാക്കിയോ? ഈ ചോദ്യത്തിനൊക്കെ ഉള്ള ഉത്തരം അതിലടങ്ങിയിട്ടുണ്ടാവും. യോഗശാസ്ത്രവും പഠിച്ചു പോകുമ്പോൾ യോഗശാസ്ത്രത്തെയും ശങ്കരൻ തൻ്റെ വിവരണത്തിൽ, യോഗശാസ്ത്ര വിവരണമുണ്ട് ശങ്കരൻ, അത് നമ്മൾ തൊട്ടിട്ടേ ഇല്ല, അംഗീകരിക്കുന്നത് ഈ തലത്തിൽ തന്നെയാണ്. അതിലൊരു അദ്വൈത സമീക്ഷയുണ്ട്. അദ്വൈത സമീക്ഷയില്ലാത്തതിനെയെല്ലാം നിശ്ചിതമായ തൻ്റെ യുക്തിയിൽ അപഗ്രഥിച്ച് സ്ഫുടം ചെയ്തെടുത്ത് അവതരിപ്പിക്കുവാൻ ആചാര്യൻ ശ്രമിച്ചിട്ടുണ്ട്. നിരാകരിക്കുവാൻ പോലുമല്ല. അപ്പൊ ഭൗതിക ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോഴെല്ലാം നിങ്ങൾ പുലർത്തുന്നത് വിശ്വാസമാണ്. മതങ്ങൾ പഠിക്കുമ്പോഴെല്ലാം നിങ്ങൾ പുലർത്തുന്നത് വിശ്വാസമാണ്. മനസ്സിലായില്ല? തിരിച്ചൊക്കെയാ നിങ്ങൾ അവകാശപ്പെടാറുള്ളത്. കാരണം ആ താതാത്മ്യത്തിലേ അറിവുണ്ടാവുള്ളൂ. താതാത്മ്യം വിശ്വാസം കൊണ്ടാണ്. അതിനാണ് ഇവിടെ പൂർവപക്ഷം ഉന്നയിച്ച് ചിതിശക്തി രൂപമായ പുരുഷൻ സദാ സർവദാ കേവലനായി നിലകൊള്ളുന്നു എങ്കിൽ അങ്ങനെയാണെങ്കിൽ വ്യുത്ഥാനദശയും സമാധിദശയും തമ്മിൽ ഭേദമില്ലെന്നല്ലേ? ചോദ്യം മനസ്സിലായില്ല. പിന്നെ എന്തിനാ ഈ രണ്ട് ദശ പറയുന്നത്? നിങ്ങൾ രണ്ടും രണ്ടാണെങ്കിൽ ചിതിശക്തി വിശിഷ്ടനായ പുരുഷന് പരിണാമമുണ്ടെന്നല്ലേ? മനസ്സിലായില്ല. ഇങ്ങനെയാണ് ബുദ്ധിയെ പ്രചോദിപ്പിച്ച് അവർ കൊണ്ടുപോകുന്നത്. ഈ ശീലമുള്ളവർക്കാണ് ഇത് പഠിക്കാൻ രസം തോന്നുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻ്റലക്ച്വൽ എക്സസൈസ് ഉണ്ട്. അത് തീരണം. ഇല്ലെങ്കിൽ അത്തരം സംശയങ്ങളാണ് നമ്മളിൽ നിഷേധരൂപേണ കിടന്നിട്ട് ഒന്നിനോടുള്ള പ്രിയം കാലത്ത് അതിഷ്ടമായും അപ്രിയ കാലത്ത് അത് വിരോധമായും തീരുന്നത്. കാരണം അപ്രിയ സമയത്ത് എതിർത്ത് വ്യാഖ്യാനിക്കാനും പ്രിയ കാലത്ത് അനുകൂലിച്ചു വ്യാഖ്യാനിക്കാനുമുള്ള യുക്തി ബുദ്ധി കണ്ടെത്തുന്നത് ഇത് രണ്ടും നമ്മളിലിരിക്കുന്നതുകൊണ്ടാണ്. അമ്മയോട് പ്രിയം തോന്നുമ്പോഴെല്ലാം ആ പ്രിയത്തോടൊപ്പം ഒരു അപ്രിയം അപ്പുറത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്.
ഒരനുകൂല പരിതസ്ഥിതിയിൽ അമ്മയെ എതിർക്കാൻ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അനുകൂലിക്കാനും നമുക്ക് എതിർപ്പുള്ളപ്പോൾ എതിർക്കാനും പര്യാപ്തമായ ഒന്ന് എല്ലാത്തിനോടുമുള്ള പ്രിയത്തിൽ ഒരുക്കി വെക്കുന്നുണ്ട്. ആത്മാവിനോടുള്ള പ്രിയമല്ല, അത് കേവലമാണ്, അത് ഏകമാണ്, എല്ലാത്തിലും ഒന്നാണ്. അപ്പോഴപ്പോൾ വരുന്ന വിഷയപ്രിയമനുസരിച്ച് അധ്യാസം വന്ന് ബുദ്ധിവൃത്തി അങ്ങനെ ചെയ്യാൻ പര്യാപ്തമാണ്. അപ്പോൾ ഉണ്ടാകുന്ന പ്രിയത്തിനനുസരിച്ച് ഈ യുക്തി നേരത്തെ സജ്ജമാക്കി വെച്ചിരിക്കുന്നത് അങ്ങ് ഉണരുകയാണ്. അതിലെ ഇഷ്ടമല്ലാത്തതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് പ്രിയം ഭാവിക്കുന്നത്. എല്ലാവരും ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിള്ളേച്ചൻ മുസ്ലിം ലീഗ് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്നു, 5ാമത് ഒരു മന്ത്രിയെ നേടിയിരിക്കുന്നു, അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഹിന്ദുക്കളാകെ കുഴപ്പത്തിലാകുമെന്ന് പറഞ്ഞ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കണിച്ചുകുളങ്ങര ചെന്ന് അയാളെ വിളിച്ചുണർത്തി. ഇപ്പോൾ അടിക്കണം, ബഹളം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ കൂടി കെട്ടിപ്പിടിച്ച് രാമലക്ഷ്മണന്മാരാണെന്ന് പറഞ്ഞ് ഒച്ചയും ബഹളമൊക്കെ വന്ന് സംഗതിയൊക്കെ പരുവത്തിലാക്കി മറന്നുപോയി കാണും നിങ്ങൾ. ഗംഭീരമായിട്ട് പറഞ്ഞൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേച്ചനെ പലരും പോയി കണ്ടു, വിളിച്ചു, വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ പിള്ളേച്ചൻ പറഞ്ഞു, ഒന്നും പരിപാടി നടക്കില്ല, താക്കോൽ സ്ഥാനത്ത് ഒരു നായരെ ഏൽപ്പിച്ചാൽ, അതും വെറും നായരൊന്നും പോരാ, ചങ്ങനാശ്ശേരിക്ക് സമ്മതനായ നായരായിരിക്കണം. കാരണം താക്കോൽ സ്ഥാനത്ത് അപ്പോൾ ഒരു നായർ ഇരിപ്പുണ്ട്, തിരുവഞ്ചൂർക്കാരൻ. പക്ഷെ തിരുവഞ്ചൂർ നായർ ശരി നായരല്ല, ഒരല്പം കറുത്ത നായരാണ്. മനസ്സിലായി? ഒരു വെളുത്ത നായരെ അവിടെ ഇരുത്തിയാൽ മാത്രമേ പറ്റുള്ളൂ. ഒടുവിൽ താക്കോൽ സ്ഥാനത്ത് നായർ കയറിയപ്പോൾ പരാതിയൊക്കെ തീർന്നു, ഹിന്ദുക്കൾ എല്ലാ പ്രശ്നവും ഹിന്ദുക്കളുടെ തീർന്നു എന്ന് പറഞ്ഞ് തിരിച്ചു മടങ്ങിയ നായർ ഇപ്പം അന്ന് സൂക്ഷിച്ചു വെച്ച ബുദ്ധിവൃത്തിയിലെ സാധനങ്ങൾ മുഴുവൻ എടുത്ത്, മനസ്സിലായില്ല, രാമൻ ലക്ഷ്മണനിട്ട് പണിയുകയാണ്. മനസ്സിലായി? ഇതുപോലെ ലക്ഷ്മണൻ രാമനിട്ടും പണി. മനസ്സിലായില്ല? ഇതെല്ലാം ലോകത്തുള്ളതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൈഡായിട്ട് മാത്രം കാണരുത്. ഇതെല്ലാവരും ഇങ്ങനെയാണ്. ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ട് പോകുന്ന സമയത്ത് ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയവരാണ് BJP-ക്കാരും കമ്മ്യൂണിസ്റ്റുകാരും. മനസ്സിലായില്ല? ഇപ്പൊ അവര് തമ്മിലാണ് ഫൈറ്റ് വരുന്നത്. ഇതെല്ലായിടത്തും അങ്ങനെയാണ്. നിങ്ങളും അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ്. നിലനിൽപ്പൊന്നുമില്ല. ഇവർക്കൊക്കെ എന്ത് നിലനിൽപ്പിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? മാത്രമല്ല ഇവർ ചെയ്യുന്ന കണ്ട് നമ്മളൊക്കെ ഇതിൻ്റെ കൂടെ കൂടുന്നത് എന്ത് നിലനിൽപ്പിന് വേണ്ടിയാണ്? നമുക്കിതുമായിട്ട് വല്ല ബന്ധവും ഉണ്ടായിട്ടാണ്. നമ്മളൊരു അരമണിക്കൂർ മാറിയിരുന്ന് ചർച്ച ചെയ്ത് നോക്കി, നമുക്ക് ഇലക്ഷനിൽ യാതൊരു പ്രാധാന്യവുമില്ല, നമ്മൾ നിൽക്കുന്നില്ല, നമ്മുടെ ബന്ധുക്കൾ ആരും നിൽക്കുന്നില്ല. നമ്മൾ ഒരു ദിവസത്തിൽ എത്ര പാർട്ടിയായി മാറിക്കൊണ്ട് ചർച്ച ചെയ്യുമെന്ന് നോക്കി, നമ്മുടെ പ്രിയത്തിനനുസരിച്ച്. ഇത് മുഴുവൻ കിടക്കുകയാണ്, വീടുകളിലായാലും എവിടെയായാലും അതെ.
വൃത്തി ഈ കളി നടത്തുന്നിടത്താണ് എല്ലാ ഹിംസയും നിലനിൽക്കുന്നത്. എല്ലാ ഹിംസയുടെ ആവിർഭാവവും നിലനിൽപ്പും എല്ലാം അതിനുള്ളിലാണ്. സദാ സർവദാ ഈ സംഘർഷത്തിലാണ് വൃത്തികൾ ബുദ്ധിയെ കൊണ്ടെത്തിക്കുന്നത്. ആ സമയത്തും പുരുഷൻ കേവലനായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് വിധാനദശയും സമാധിയും തമ്മിലുള്ള ഭേദം? രണ്ടും ഒന്നല്ലേ എന്ന് യുക്തിയിൽ ചോദിക്കുകയാണ്. മനസ്സിലായോ എന്നറിയില്ല. നിങ്ങൾക്കൊന്ന് പിടികിട്ടാനാണ് ഞാനീ കിടന്ന് വിഷമിക്കുന്നത്. ഇവ തമ്മിൽ അന്തരമില്ല എന്ന് വന്നു ചേരില്ലേ? വിധാന നിരോധങ്ങൾ ഒരുപോലെയാണെന്നാണോ നിങ്ങൾ പറയുന്നത്?